ഈ സെഷനിൽ പേപ്പർ പ്രസന്റേഷന് വേണ്ടി ഡോക്ടർ മുഹമ്മദ് ഷാൻ, അക്കാഡമിക് എക്സലൻസ് ഇൻ പ്രൊഫഷണൽ ലൈഫ്, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ഈ സദസ്സിനോട് വിനീതമായി അഭ്യർത്ഥിക്കാനുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നല്ല നെയ്ച്ചോറായിരുന്നു, AC റൂമാണ്, ഉച്ച സമയമാണ്. ശരി, എല്ലാവരും എഴുന്നേറ്റില്ല. തൊട്ടടുത്ത് ആരെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് തട്ടി. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നിങ്ങൾ ഇരിക്കുക. സഹോദരന്മാരെ, ഇന്ന് ആധുനിക യുഗം മനുഷ്യന്മാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ. ഒരുപാട് വിവരം നമ്മുടെ കൈവിരൽ തുമ്പുകളിലുണ്ട്. വെറും ഒരു വിവരമായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. മറിച്ച് ഈ വിവരം എന്നുള്ളത് കർമ്മമണ്ഡലത്തിൽ വന്ന് വിജ്ഞാനമാകണം. അതിനാണ് നോളജ് എന്ന് പറയുന്നത്. ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടായിട്ട് ഈ ദുനിയാവിലും പരലോകത്തും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് എത്ര വിവരമുണ്ട് നമ്മളോട് അന്വേഷിക്കില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ജസാഅൻ ബിമാ ഖാനൂ യഅമലൂൻ എന്നാണ്. എന്തൊക്കെ പ്രവർത്തിച്ചു എന്നേ ചോദിക്കുള്ളൂ, യഅലമൂൻ എന്ന് ചോദിക്കില്ല. സഹോദരന്മാരെ, എങ്ങനെ നല്ലൊരു മനുഷ്യനായി ജീവിക്കണം, എങ്ങനെ നല്ലൊരു മുസ്ലിമായി ജീവിക്കണം എന്നുള്ളത് ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ഒരു കാര്യവുമില്ല. മറിച്ച് ജീവിതത്തിൽ ആക്ഷൻ ആയിട്ട് വരട്ടെ, കർമ്മമായിട്ട് വരട്ടെ. നമ്മുടെ തൊട്ടടുത്ത പള്ളി 5 നേരം നമസ്കരിക്കാനെന്ന് ലോകത്തിൽ അറിയാത്ത ഒരൊറ്റ മനുഷ്യനുമില്ല. നിങ്ങൾ ആരോടും വേണ്ടി ചോദിച്ചോളൂ, എന്തിനാണ് മുസ്ലിം പള്ളികൾ? എന്നാൽ ഈ സദസ്സിൽ സഹോദരന്മാർ എത്ര പേര് രാവിലെ എഴുന്നേറ്റ് 2 റക്അത്ത് സുബ്ഹി പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്? ഇത് വിവരമില്ലായിട്ടാണോ സഹോദരന്മാരെ? ഇസ്ലാം എന്നുള്ളത് ഒരു നെയിം ഓഫ് എൻ ഐഡിയോളജി, തിയോളജി അല്ല, മറിച്ച് അതൊരു ആക്ഷനാണ്. ഷഹാദത്ത് ഇസ്ലാം കാര്യത്തിൽ ആദ്യത്വമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തണം. സഹോദരന്മാരെ, ഇന്ന് വേറൊരു വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് വിവരം നമ്മളെ മുമ്പിലുണ്ട്. പക്ഷെ ഏത് വിവരം തെരഞ്ഞെടുക്കണം എന്നുള്ള വിവേകം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സഹോദരന്മാരെ, സ്വന്തം ഉമ്മേനെയും ഉപ്പേനും വിട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ലോകത്തിന്റെ പലയിടത്തും സ്വർഗം തേടിപ്പോയ ഒരു വലിയ സമൂഹമുണ്ട്. ചെറിയൊരു സമൂഹമെങ്കിലുണ്ട്. നമ്മൾ ചിന്തിക്കണം, വിവരമില്ലായിട്ടല്ല, വിവേകം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു സഹോദരന്മാരെ, ഈ MSM, ഈ സംഘടന നേതൃത്വം, ഈ സംഘടന പണ്ഡിത സഭ നിങ്ങൾക്ക് യഥാർത്ഥ വെളിച്ചം കാണിച്ചാൽ പ്രാപ്തരാണ്. അവർ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നേരായ ദിശ കാണിച്ചാൽ അവർ പ്രാപ്തരാണ്. സഹോദരന്മാരെ, ഒരു പിടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ടു ദ പ്യൂറസ്റ്റ് ഗോൾ അൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു കാണിക്കാൻ, നേരായ കാണിക്കാനുള്ള സിറാത്തുൽ മുസ്തഖീം കാണിച്ചാൽ പ്രാപ്തരായ പണ്ഡിത സഭയാണ് നമ്മുടെ മുന്നിലുള്ളത്. സഹോദരന്മാരെ, അതിനാദ്യം എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇവിടെ കേട്ടിട്ട് കാര്യമില്ല സഹോദരന്മാരെ, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഒരു ഭാവമുണ്ട്, വികാരമുണ്ട്. അത് എനിക്ക് പലപ്പോഴും തോന്നിയത്, ഖുർആനിൽ ഉടനീളം ജൂതന്മാരുടെ ഒരു സ്വഭാവം പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും അവർ പറയുന്ന വാക്ക് സമിഅനാ വ അസൈനാ. നമ്മൾ കേട്ടു, നമ്മൾ അനുസരിക്കില്ല. നമ്മൾ കേട്ടു, നമ്മൾ പുച്ഛിച്ചു. നമ്മൾ ഒരുപാട് നാളെ കേൾക്കുന്ന സഹോദരന്മാരെ, കേട്ടിട്ട് പ്രസംഗത്തിന് മാർക്കിട്ട് കൊടുക്കുകയും പ്രാസംഗിനെ പറ്റി വിലയിരുത്തിയും പരിപാടി ഗംഭീരമായിട്ടുണ്ട് പറഞ്ഞു പോകലല്ല നിങ്ങളുടെ ദൗത്യം.
ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു മനോഭാവത്തിൽ ഇരുന്നാൽ നിങ്ങൾ എത്ര പ്രോഫ്കോൺ കേട്ടാലും സഹോദരന്മാരെ മാറ്റങ്ങൾ വരില്ല. മറിച്ചൊരു വിശ്വാസി, അള്ളാഹു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി എന്ന് പറയുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ പറയേണ്ട വാക്ക് സമിഅനാ വ അതഅനാ. അല്ലാഹുവേ ഞാൻ കേട്ടു, നല്ലതാണ് അല്ലാഹുവേ, ഞാൻ അനുസരിച്ചു. ദയവ് ചെയ്ത് സഹോദരന്മാരെ, ഹൃദയത്തിന്റെ ഉള്ളിലെ അലീമും ബിദാത്തി സുദൂർ, പടച്ച തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ വികാരം അറിയുന്ന റബ്ബ് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അനുസരണയോടെ സമർപ്പിക്കണം സഹോദരന്മാരെ. ജനുവരി 16 നിങ്ങൾ മടങ്ങി പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ജനുവരി 13 വന്ന നിങ്ങളും രണ്ടും ഒരേതാണെങ്കിൽ സഹോദരന്മാരെ, പിന്നെ ഈ 2017 പ്രോഫ്കോൺ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം നേടിയിട്ടില്ല. മറിച്ച് നാളെ പരലോകത്ത് 2017 ഇതേ സദസ്സ് പടച്ച തമ്പുരാൻ ഉയർത്തി കൊണ്ടുവരും നിങ്ങൾക്ക് എതിരെ സാക്ഷി നിൽക്കാൻ. ദയവ് ചെയ്ത് കർമ്മമാവട്ടെ, ആക്ഷൻസ് വരട്ടെ സഹോദരന്മാരെ. പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രസംഗം കേട്ട് കണ്ട് കിടന്നുറങ്ങാൻ വളരെ എളുപ്പമാണ്. ജീവിതമാണ് ബുദ്ധിമുട്ട് സഹോദരന്മാരെ. നമ്മുടെ മതം, അള്ളാഹു ദൈവം തമ്പുരാൻ മനുഷ്യന് സൃഷ്ടികൾക്ക് നൽകിയ മതം ഇസ്ലാം എന്നുള്ളത് ഭംഗിയായ മതമാണ്. ഭംഗിയായിട്ടാണ് സഹോദരന്മാരെ അള്ളാഹു തന്നിരിക്കുന്നത് നമ്മൾക്ക്. അതിൽ ഏറ്റവും ആദ്യത്തെ കൽപ്പന നിങ്ങൾ മനസ്സിലാക്കണം. നമസ്കരിക്കൂ, നോമ്പ് നോക്കൂ, സക്കാത്ത് കൊടുക്കൂ, ഹജ്ജ് ചെയ്യൂ എന്നല്ല സഹോദരന്മാരെ. മറിച്ച് ഏറ്റവും ആദ്യം കൊടുത്ത കൽപ്പന ഇഖ്റ എന്നാണ്. ഇഖ്റ, വായിക്കുക, റീഡ് എന്ന് സഹോദരന്മാരെ. നിരക്ഷകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമ്മിയായ ജനതയ്ക്ക് കൊടുത്ത ഏറ്റവും ആദ്യത്തെ കൽപ്പന റീഡ് എന്നാണെങ്കിൽ, എനിക്കും നിങ്ങൾക്കും പ്രൊഫഷണൽ ഡിഗ്രി തന്ന നമുക്ക്, അള്ളാഹു നൽകിയ നമ്മൾക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് സഹോദരന്മാരെ. ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. പഠിക്കണം സഹോദരന്മാരെ, വായിക്കണം, വായനയുടെ ലോകത്തിലേക്ക് വരണം. അങ്ങനെ വായിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദിലയിൽ പറയുന്നുണ്ട്, യർഫഇല്ലാഹു അല്ലദീന ആമനു വല്ലദീന മിൻകും ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങൾ വിശ്വസിക്കുകയും ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുകയും നിങ്ങൾ ഇൽമ കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പല പദവികളായിട്ട് ഉയർത്തും, പല ദറജകളായിട്ട് ഉയർത്തും സഹോദരന്മാരെ. ആലോചിക്കൂ സഹോദരന്മാരെ, ഖുർആൻ വിവരമുള്ളവരും വിവരമില്ലാത്തവർ സമമാണോ അള്ളാഹുവിന്റെ ചോദ്യം. അന്ധനും കണ്ണ് കാണുന്ന മനുഷ്യനും ഒരേപോലെ അല്ല, ഒരേപോലെയല്ല. അതുകൊണ്ടാണല്ലോ ഖുർആൻ അള്ളാഹു യഥാർത്ഥത്തില് വർധനവിന് വേണ്ടി, ഒരുപാട് വർധനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഏക പ്രാർത്ഥനയെ മതത്തിലുള്ളൂ. സമ്പത്ത് വർദ്ധിക്കണമെന്നൊരു പ്രാർത്ഥനയില്ല, പേരും പ്രശസ്തിയും വർദ്ധിക്കണമെന്നൊരു പ്രാർത്ഥനയില്ല. മറിച്ച് ഒറ്റ കാര്യമേ ഉള്ളൂ, വഖുൽ റബ്ബി സിദ്നി ഇൽമാ. റബ്ബേ ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ. ഇൽമ് വിജ്ഞാനം, വിവരമല്ല, വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണേ സഹോദരന്മാരെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. വിജ്ഞാനം തേടി നിങ്ങൾ പുറപ്പെടുവിൻ. നിങ്ങൾക്ക് സ്വർഗത്തിലെ പാത പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തരും സഹോദരന്മാരെ. വായിക്കുക, വായിച്ചാൽ നിങ്ങൾ വളരും സഹോദരന്മാരെ, വായിച്ചാൽ വളരും. ആ വായിച്ച കാര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾ ജീവനോടെ ഉണ്ടാവും, നിങ്ങളുടെ വിവരം ജീവനോടെ സമൂഹത്തിൽ ഉണ്ടാവും. അതാണ് സദഖത്തുൽ ജാരിയ എന്നുള്ളത് പറയുന്ന സഹോദരന്മാരെ. ഇന്നത്തെ ആധുനിക യുഗം, പ്രത്യേകിച്ചും യുവാക്കൾ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആറാം ഇന്ദ്രിയമായ ഡിവൈസ് എന്ന് നമ്മൾ പറയും. ഡിവൈസുകളായിട്ട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ്. ഒന്ന് വായനയിലേക്ക് മടങ്ങണം സഹോദരന്മാരെ. ശാസ്ത്രം പറയുന്നത് വായിക്കുന്നവർക്ക് അൽസൈമസ് ഡിസീസ് ഉണ്ടാവില്ലെന്ന് ശാസ്ത്രം പറയുന്നു. അൽസൈമസ്, മറവി രോഗം, ഡിമെൻഷ്യ വായനയിലൂടെ ഉണ്ടാവില്ലെന്ന് പഠിപ്പിച്ചു തരുന്നു ശാസ്ത്രം. പടച്ച തമ്പുരാൻ ആദ്യമായിട്ട് ഇറക്കി തന്നു വായിക്കുക എന്നുള്ളത്. ദയവ് ചെയ്ത് സഹോദരന്മാരെ, വായനയിലൂടെ നേടേണ്ട ഏറ്റവും ആദ്യത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, വായിച്ചു കഴിഞ്ഞാൽ നിന്റെ റബ്ബ്, നിന്റെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിച്ചു തുടങ്ങുക. അള്ളാഹുലേക്ക് എത്തണം, ദൈവത്തിലേക്ക് എത്തണം. നിങ്ങളുടെ വായന ദൈവത്തിനെ കണ്ടെത്തണം സഹോദരന്മാരെ. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 1994 ഇതേ MSMന്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. മർഹൂം KK സുല്ലമി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം അവിടുന്ന് എംബ്രിയോളജി പഠിപ്പിച്ചു തന്നു. ഒരു ഭാഗത്ത് ഞാൻ ഡോക്ടറാണ് സഹോദരന്മാരെ. അവിടെ ഇന്ദർബീർ സിംഗിന്റെ എംബ്രിയോളജി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, ഡോക്ടേഴ്സിന് അറിയുണ്ടാവും, MBBS കുട്ടികൾ. ഒരു ഭാഗത്ത് അപ്പുറത്ത് എംബ്രിയോളജി പഠിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഖുർആൻ പഠിപ്പിക്കുന്നു, സുമ്മ ഖലഖനൽ നുത്ഫത ഖലഖതൻ ഫഖലഖനൽ അലഖത മുളഗതൻ ഫഖലഖനൽ മുളഗത ഇലാമ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ, സൈഗോട്ടിനെ പറ്റി, എംബ്രിയോളജിനെ പറ്റി പഠിപ്പിച്ചു തരുന്നു ഖുർആൻ. വിരൽ തുമ്പുകളെ പറ്റി പഠിപ്പിച്ചു, ഫിംഗർ പ്രിന്റിനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. ആലോചിച്ച് നോക്കുക. നമ്മുടെ തൊലിയുടെ മേത്തിലുള്ള സ്കിൻ റിസപ്റ്റേഴ്സിനെ പറ്റി പഠിപ്പിച്ചു.
ആലോചിക്കൂ സഹോദരന്മാരെ, എന്തൊരു ഭംഗിയാണ്. മോഡേൺ മെഡിസിന്റെ ഹാഫ് ഓഫ് മെഡിസിൻ ഒരു ചെറിയ ആയത്തിൽ ഉൾപ്പെടുത്തി കുലു വശ്റബു വലാ തുസ്രിഫു, ഭക്ഷണം മിതത്തോടെ കഴിക്കുന്ന ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു. അവസാനം ഗർഭിണിയായ അവസാന നാളുകളിൽ നിങ്ങൾക്ക് ഈത്തപ്പഴം നല്ലതാണ് സൂറത്തുൽ മറിയമിലോട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ. സുമ്മ സബീല യസ്റഹ, പ്രസവം നോർമൽ ഡെലിവറി സുഖമാണ്, അള്ളാഹു വഴി ഒരുക്കി തന്നിട്ടുണ്ട്. ബെഡ് സോർ എങ്ങനെ പ്രിവെന്റ് ചെയ്യണം, ബെഡ് സോർ എങ്ങനെ പ്രിവെന്റ് ചെയ്യണം സൂറത്തുൽ കാഫിലോട് പഠിച്ച തമ്പുരാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര നാൾ മുലപ്പാൽ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് എന്ന് സൂറത്തുൽ ലുക്മാൻ സൂറത്തുൽ ബഖറയിലോട്ട് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്ഭുതമാണ് സഹോദരന്മാരെ, അത്ഭുതം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ദയവ് ചെയ്ത് ഞാൻ ഒരു ഭാഗത്ത് മെഡിസിൻ പഠിക്കും, ഒരു ഭാഗത്ത് ഖുർആനും ഹദീസും പഠിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് വാക്ക് വരും സഹോദരന്മാരെ. റളിതു ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാമ ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി. അല്ലാഹു തൃപ്തിപ്പെട്ടു, നിന്നെ ദൈവമായിട്ട് ഈ മതം ഇസ്ലാമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു. മനസ്സിൽ നിന്ന് വരും സഹോദരന്മാരെ, മനസ്സിൽ നിന്ന് വരും. ഞാൻ 5 കൊല്ലം MBBS 3 കൊല്ലം MDയും എടുത്തിട്ടുണ്ട്, അല്ലാഹു തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. മറിച്ച് അതിനെക്കാട്ടി എത്രയോ ഗ്രന്ഥം പഠിക്കുന്നതായിട്ട് ഒരുപാട് ഗ്രന്ഥം വായിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. മനുഷ്യനെ പറ്റി, ആരോഗ്യത്തെ പറ്റി ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച ഗ്രന്ഥമാണ്, ഒരുപാട് ആകർഷിച്ച ഗ്രന്ഥമാണ് ഈ ഖുർആൻ. എന്നെ PhD അക്യൂട്ട് ലുക്കീമിയയിൽ PhD എടുക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ആ PhD എടുക്കാൻ മോട്ടിവേഷൻ നൽകിയ ഗ്രന്ഥമാണ് സഹോദരന്മാരെ ഈ ഖുർആൻ. അതിൽ നിന്നാണ് ആശയം കിട്ടിയത്. ദയവ് ചെയ്ത് പഠിക്കണം. PhD-ന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം, യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തു. ഞാൻ ഒരു ഭാഗത്ത് പഠിക്കുകയും മറുഭാഗത്ത് ഹദീസ് നിദാന ശാസ്ത്രം പഠിച്ചു തുടങ്ങി. അത്ഭുതം സഹോദരന്മാരെ, നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സിനെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിലാണ് ഹദീസ് നിദാന ശാസ്ത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് ഹദീസിൽ കേരളത്തിൽ പരിചയപ്പെടുത്തി കൊടുത്ത എല്ലാ പണ്ഡിതന്മാരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ. സഹോദരന്മാരെ, വായനാ ലോകത്തിലേക്ക് വരണം സഹോദരന്മാരെ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് ഡോക്ടർമാരെ തൊട്ട മുമ്പിൽ ഒരുപാട് രോഗങ്ങൾ കാണുന്നുണ്ട്, തൊട്ടപ്പെട്ട് ഒരുപാട് മരണം കാണുന്നുണ്ട്, ദിവസം തോറും നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് പോലും എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചു, ആര് സൃഷ്ടിച്ചു, എങ്ങോട്ടേക്കാണ് എന്റെ പുറപ്പാട്, എന്നെ കൊണ്ട് ആർക്കാണ് ഗുണം? ഇങ്ങനെ കുറെ പഠിക്കുക, പൈസ ഉണ്ടാക്കുക, കല്യാണം കഴിക്കുക, ഭോഗിക്കുക, ഭക്ഷണം കഴിക്കുക, മരിച്ചു പോവുക. കന്നുകാലികളും ഇതന്നെ ചെയ്യുന്ന സഹോദരന്മാരെ, കന്നുകാലികൾ ഇതന്നെ ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് ആർക്കും ഗുണമില്ല. കന്നുകാലികളുടെ ചാണകം വളമായിട്ടെങ്കിലും ഉപയോഗിക്കാം. കന്നുകാലികൾ ഭക്ഷണം കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നില്ല, ഞാനും നിങ്ങൾ കഴിച്ച ഭക്ഷണം കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. എന്താ സഹോദരന്മാരെ, ആലോചിക്കണം, എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചു അല്ലാഹു സുബ്ഹാനഹു തആല. അല്ലാഹു സുബ്ഹാനഹു തആല സഹോദരന്മാരെ നമ്മൾക്കെല്ലാവർക്കും നൽകിയ ഡിഗ്രിയാണ് പ്രൊഫഷണൽ ഡിഗ്രി. നമ്മൾ അറിയപ്പെടുന്ന ക്രീം ഓഫ് സൊസൈറ്റി. നമ്മൾ എപ്പോഴും ഈ OBC ആയിട്ട് നിൽക്കേണ്ട വ്യക്തികളല്ല, അതർ ബാക്ക്വേർഡ് കാസ്റ്റ് അല്ല. നമ്മൾ മറിച്ച് ബെസ്റ്റ് ഓഫ് ക്രിയേഷൻസ് ആയിട്ടാണ് പഠിച്ചുണ്ടാക്കിയിരിക്കുന്നത്. കുന്തും ഖൈറ ഉമ്മ, ദ ബെസ്റ്റ് ഓഫ് നേഷൻസ്. ക്വാളിറ്റിയിൽ വിശ്വസിക്കും ഉമ്മത്തെ, ക്വാളിറ്റി. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഏറ്റവും നല്ല ഭംഗിയായിട്ട് ആര് ജീവിച്ചു, ആര് പ്രവർത്തിച്ചു എന്ന് അല്ലാഹു നോക്കുന്നുള്ളൂ. അക്സറു അമലഹല, 2 3 പ്രൂഫ് കൊണ്ടോ ഇത് മാറ്റ കാര്യമില്ല സഹോദരന്മാരെ. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യന്മാരായിട്ട് വരണം നമ്മൾ. നിങ്ങൾ മടങ്ങി പോകുന്നത് നിങ്ങളുടെ ക്യാമ്പസിലേക്ക്, അവിടെ നിങ്ങൾ പ്രിൻസിപ്പലിന്റെ ടീച്ചറിന്റെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആയ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു, നിങ്ങൾ ഏറ്റവും നല്ല മകനായി കാണിച്ചു കൊടുക്കും മക്കളെ. അങ്ങനെയാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ തൃപ്തി കിട്ടും. നിങ്ങൾ ഇന്ന് മരിച്ചാലും നിങ്ങൾക്ക് സ്വർഗം കിട്ടും. നിങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കും, അവിടെ ഏറ്റവും നല്ല ഭർത്താവണം പുരുഷന്മാരെ. എന്തുകൊണ്ട് ഭാര്യയുടെ ബെസ്റ്റ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൊണ്ട് പരലോകത്ത് പോവോ? ഇവിടുത്തെ പ്രിൻസിപ്പലിന്റെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അല്ല ആവശ്യം. കുറച്ചു കഴിഞ്ഞാൽ ഭാപ്പയാവും, ഏറ്റവും നല്ല ഭാപ്പയാവും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകും. നിങ്ങൾ ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, എന്ത് പ്രൊഫഷണൽസ് ആവട്ടെ, ഏറ്റവും നല്ല ഡോക്ടർ, ഏറ്റവും നല്ല എഞ്ചിനീയർ, ഏറ്റവും നല്ല വക്കീൽ, ഏറ്റവും നല്ല ഹോമിയോപ്പതി, ഏറ്റവും നല്ല ആയുർവേദമാകാം. മരിച്ചു പോയിക്കോട്ടെ, മരണത്തിന് മയ്യത്തിന് മുമ്പിൽ ജനങ്ങൾ പറയും ഈ മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ. ഈ സർട്ടിഫിക്കറ്റ് മതി നാളെ പരലോകത്തേക്ക്. മറിച്ച് ഞാനും നിങ്ങളും ഇന്നായിക്കൊണ്ടിരിക്കുന്നത് ചപ്പും ചവറും സഹോദരന്മാരെ, ചപ്പും ചവറും. ഇതിന് എന്റെ വാക്കല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ച വാക്കാണ് ഹദീസിലൂടെ. ഒരു കാലഘട്ടം വരും മുസ്ലിം സമുദായം ചപ്പും ചവറും പോലെ സംഘടനകൾ ഒരുപാടുണ്ട്, ജനസാഗരം ഒഴുകി വരും. നിങ്ങള് എല്ലാ ശിഫാ സെന്ററിലും ഏത് സംഘടന അവിടെ സൗകര്യം നിറഞ്ഞിരിക്കും. പക്ഷെ ഞാനും നിങ്ങൾ ചപ്പും ചവറും ആവുന്നുണ്ട്.
ക്വാളിറ്റി വേണം സഹോദരന്മാരെ, ക്വാളിറ്റി. ഏറ്റവും നല്ല ക്വാളിറ്റി ലൈഫ് നിങ്ങൾ അവിടെ കാണിച്ചു കൊടുക്കുക. ഇന്ന് ക്വാളിറ്റി ലൈഫ് ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക സഹോദരന്മാരെ, നിങ്ങളുടെ ക്യാമ്പസിൽ പോയിട്ട് നോക്കുക. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹു ക്വാളിറ്റി നന്മയും തിന്മയും വേർതിരിച്ചറിയാനല്ല, തെറ്റിദ്ധരിച്ചു പോയി. മറിച്ച് നല്ലതും ഏറ്റവും നല്ലത് തിരിച്ചറിയാനാണ്. പോർണോഗ്രാഫി കാണുന്ന കുട്ടികളും പോർണോഗ്രാഫി കുട്ടികൾ കാണാത്ത കുട്ടികളെ വേർതിരിച്ചറിയാനല്ല. പലിശ തിന്നുന്ന മുസ്ലിമും പലിശ തിന്നാത്ത മുസ്ലിം വേർതിരിച്ചറിയാനല്ല. 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം 5 നേരം നിസ്കരിക്കാത്ത മനുഷ്യനല്ല. ഇങ്ങനെയല്ല സഹോദരന്മാരെ, തെറ്റിദ്ധരിച്ചു പോയി. മറിച്ച് രാവിലെ തഹജ്ജുദ് നിസ്കരിക്കണം, 5 നേരം പള്ളിയിൽ പോകണം, നല്ല സ്വഭാവം ഉണ്ടാവണം, ഏറ്റവും നല്ല വിധത്തിൽ പഠിക്കണം, ഏറ്റവും നല്ല റാങ്ക് കിട്ടണം, ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആവണം. അങ്ങനത്തെ ഒരു എക്സലന്റ് ആയിട്ട് വരണം സഹോദരന്മാരെ. അങ്ങനെ എക്സലൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ദഅവത്ത് പ്രതിഫലിക്കുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഗുണമില്ലൂ. നിങ്ങൾ പരീക്ഷയെ തോറ്റ് നിങ്ങളെല്ലാം ചപ്പും ചവറുമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഖുർആൻ ആരും വായിക്കാൻ പോകുന്നില്ല. അതവർ വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിലേക്ക് ഇടും. അതുകൊണ്ട് ക്വാളിറ്റി ഉള്ള ആരുടെ സഹോദരന്മാരെ, നിങ്ങളെ ക്യാമ്പസിൽ പോയി നോക്ക്, എത്ര കുട്ടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറും സ്ട്രേഞ്ചേഴ്സ് ആയിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ കുട്ടികൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം emerged as strange, it will re-emerge as strange, glad tidings to the strangers. 5 നേരം പള്ളിയിൽ പോവുകയും നല്ല സ്വഭാവമുള്ള നല്ലോണം പഠിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങളെ, പലിശ തിന്നാത്ത മുസ്ലിങ്ങളെ കുറവാണ് സഹോദരന്മാരെ, കുറവാണ്. എക്സലൻസ് വരട്ടെ സഹോദരന്മാരെ ജീവിതത്തിൽ. ക്വാളിറ്റിയുള്ള ഉമ്മത്താവ്, അഹ്സനു അമലയാവ്. അള്ളാഹു അതാ നോക്കുന്നത്, ക്വാണ്ടിറ്റി അല്ല. അല്ലെങ്കിൽ ഇനിയും അടുത്ത 2 മാസം കഴിഞ്ഞ് വേറൊരു പ്രോഫിറ്റ് വരും. നമ്മൾ ചപ്പും ചവറുമാവരുത്. നമ്മുടെ ജീവിതം, നമ്മുടെ ദുനിയാവ്, 2 ദുനിയാവും നമ്മൾക്ക് സഹോദരന്മാരെ. നമ്മുടെ ദുനിയാവ് വെറും ഈ ദുനിയാവിന് വേണ്ടി മാത്രം സൃഷ്ടിച്ചതല്ല. നാളെ പരലോകം സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുനിയാവും പരലോകം ഉണ്ട് സഹോദരന്മാരെ, പരലോകം ഉണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും സൃഷ്ടാവിനെ പറ്റി ആലോചിക്കുക സഹോദരന്മാരെ. നമ്മൾ ശ്വാസം എടുത്തു വിടുന്നു, ആലോചിക്കുക. മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ എയർ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ ജീവനില്ല. ചിന്തിക്കുക സഹോദരന്മാരെ. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. പടച്ചോൻ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചല്ല. ചിന്തിക്കുക സഹോദരന്മാരെ. ചിന്തിച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശി വമിദാദ കലിമാതി. അല്ലാഹുവിനെ, ദൈവത്തിനെ സ്തുതിക്കണം സഹോദരന്മാരെ. വഖിനാ അദാബന്നാർ. എങ്ങനെയാണ് ജീവനോടെ ഞാൻ സംസാരിക്കുന്നു, വിശ്വസിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ഗർഭപാത്രത്തിൽ 9 മാസം കടന്ന് ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നു. അതേപോലത്തെ ഒരു ലോകം വരാനുണ്ട് സഹോദരന്മാരെ. അവിടെ റബ്ബേ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ. ഇതിനെന്ത് വേണം സഹോദരന്മാരെ? ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. എന്ത് പ്രവർത്തനമാവട്ടെ അതിന്റെ നിയ്യത്ത് നന്നാവണം. ഇതെന്തിനു വേണ്ടി പഠിക്കുന്നു? പഠിക്കാൻ വേണ്ടി പഠിക്കുന്നു. അല്ലെ ഉമ്മയും ബാപ്പയും മെഡിസിൻ ചേർത്തി, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നു. അങ്ങനെ ആവരുത് സഹോദരന്മാരെ. എല്ലാറ്റിനും നല്ല ശുദ്ധമായ നിയ്യത്ത് ഉണ്ടാവണം. എന്തൊരു ചെറിയ പ്രവർത്തനം ആവട്ടെ, നിയ്യത്ത് നിഷ്കളങ്കമാക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ദൈവം തമ്പുരാൻ അതിന് നിങ്ങളെ ഉയർത്തും. ഏറ്റവും ആദ്യം വേണ്ട നിയ്യത്ത് സഹോദരന്മാരെ, ഹലാലായ മാർഗത്തിൽ ഇസ്സത്തോടെ സമൂഹത്തിൽ ജീവിക്കണം. ഹലാലായ മാർഗത്തിൽ, 100% ഹലാലായ മാർഗത്തിൽ. MBBS പഠിച്ച് സ്വന്തം ഭാര്യക്ക് മഹർ മേടിക്കാൻ ഭാര്യന്റെ പിതാവിന്റെ പോയിട്ട് മുമ്പിൽ കാശ് ചോദിക്കരുത് സഹോദരന്മാരെ. സ്ത്രീധനം വാങ്ങരുത് സഹോദരന്മാരെ. നമ്മുടെ ഭാര്യയുടെ പ്രസവം എടുക്കാനും പോലും നമ്മുടെ ഭാര്യന്റെ ബാപ്പനെ ചോദിക്കേണ്ട ഗതികേട് ഉണ്ടാവരുത്. പലിശ തിന്നരുത് സഹോദരന്മാരെ, പലിശ തിന്നരുത്. സർക്കാരിനെ പറ്റിച്ച് നിങ്ങൾ ബ്ലാക്ക് മണി ആക്കരുത്. പ്യുവർ വൈറ്റ് മണി ആവട്ടെ. പ്യുവർ വൈറ്റ്, ഒരു പലിശയുമില്ല, സ്ത്രീധനമില്ല, കൈക്കൂലില്ല, അന്യരുടെ ഒറ്റ സമ്പത്തും വേണ്ട. എന്നിട്ട് 2% സക്കാത്ത് കൊടുക്കുക, സദക്കകൾ ഒരുപാട് കൊടുക്കുക. എന്നിട്ട് കൈ പൊക്കിയൊക്കെ സഹോദരന്മാരെ, കൈ പൊക്കിയാൽ ഒറ്റ പ്രാർത്ഥനയും കൂടി തരാതെ അല്ലാഹു വിടില്ല. ഉറപ്പ് ജീവിതം, അനുഭവം സഹോദരന്മാരെ. ഇതുവരെ ഈ കൈ പൊങ്ങിയിട്ട് ഒറ്റ പ്രാർത്ഥന പോലും അല്ലാഹു തരാതെ നിന്നിട്ടില്ല. അല്ലാഹുവിന് അൽഹംദുലില്ലാഹ്. അത് വേണം സഹോദരനെ. ശുദ്ധ, ഹോണസ്റ്റ്, ഹലാൽ ജീവിത മാർഗമാവണം. അതിനുവേണ്ടി ആവട്ടെ പഠിത്തം. രണ്ടാമത്തെ നിയ്യത്ത് സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയ, ഈ ഭൂമിയിൽ നിങ്ങൾ വരാൻ കാരണമായി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പഠിക്കുമ്പോൾ പോലും ഞാൻ എന്റെ കുട്ടികൾക്ക് പറയും. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്രയും കാലം അവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, മക്കളെ നിങ്ങൾ പഠിക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വികാരം ഉണ്ടാവട്ടെ. ഞാൻ MBBS കഴിഞ്ഞ് B.Tech കഴിഞ്ഞ് എന്റെ മാതാപിതാക്കൾക്ക് ഗുണമുണ്ടാകണം.
ഒരുപാട് കയ്യും പൊക്കിട്ട് റബ്ബി ഗുഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല, പ്രവർത്തിക്കണം. MBBS കഴിഞ്ഞുടനെ പ്ലാബ്, USM, അമേരിക്ക എല്ലാ സ്ഥലത്തും പോകുന്നത്. കോഴിക്കോട് സഹോദരന്മാർ അതിന് തെറ്റെന്നല്ല പറഞ്ഞത്. ഡിഗ്രി എടുത്ത് മടങ്ങി ബാപ്പന്റെ ഉമ്മന്റെ തൊട്ടടുത്ത് വേണം. നിങ്ങൾ UK പോയിട്ട് 1 ലക്ഷത്തിന് ചെക്ക് കൊടുക്കല്ല ബാപ്പക്കും ഉമ്മക്കും ആവശ്യം. നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് ആണ് ആവശ്യം. ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവണം ബാപ്പന്റെ ഉമ്മന്റെ അടുത്ത്. ഒരുപാട് ഡോക്ടർമാർ ഒരുപാട് പാരസെറ്റമോളും ലക്ഷക്കണക്കിന് രോഗികൾക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. തൊട്ട് സ്വന്തം ബാപ്പക്ക് ഒരു തലവേദന വരുമ്പോൾ ഒരു പാരസെറ്റമോൾ മേടിച്ച് വെള്ളം കൊണ്ട് നിങ്ങൾക്ക് പാരസെറ്റമോൾ കൊടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ ജീവിതം നഷ്ടമാണ് സഹോദരന്മാരെ, നഷ്ടം. സ്വന്തം മാതാപിതാക്കൾക്ക് ഗുണമുണ്ടാവണം സഹോദരന്മാരെ നിങ്ങളെ കൊണ്ട്. അതിന് ഹൃദയത്തിൽ നിന്ന് വികാരം പടച്ച തമ്പുരാന് കാണിച്ചു കൊടുക്കുക. ഉറപ്പ് സഹോദരന്മാരെ, അള്ളാഹു പൊന്നുപോലെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഉറപ്പ്. 10-22 വർഷമായി ഡോക്ടറായിട്ട് അള്ളാഹു ഇവിടെ തന്നെ സ്വന്തം ബാപ്പന്റെ ഉമ്മന്റെ അടുത്ത് തന്നെ നിർത്തിയിട്ടുണ്ട്. പൈസ ഉണ്ടാക്കണമെന്ന് മോഹമൊന്നുമില്ലായിട്ട്. അങ്ങനത്തെ മോഹം വേണ്ട സഹോദരന്മാരെ. മൂന്നാമത്തത് നിങ്ങളുടെ ജോലി കൊണ്ട് ഒരുപാട് എല്ലാവർക്കും ഗുണമുണ്ടാവണം. ഭാവങ്ങൾക്ക് ഗുണമുണ്ടാവണം. നിങ്ങളുടെ അയൽപ്പക്കത്തിൽ എല്ലാവർക്കും ഗുണമുണ്ടാവണം. എല്ലാവർക്കും ഗുണമുണ്ടാവട്ടെ. സമൂഹത്തിന്, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഗുണമുണ്ടാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഏറ്റവും നല്ല മനുഷ്യനാരാണ്? Who is the best humankind? The one who brings maximum benefit to the rest of mankind. ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാരോ അവരാണ് ഉത്തമൻ. ഏറ്റവും നല്ല, അതിൽ എല്ലാവർക്കും ചെയ്യണം സഹോദരൻ, എല്ലാവർക്കും. എന്റെ തൊട്ടടുത്ത ഒരു RSS കാരൻ പെട്ടെന്ന് മരണപ്പെട്ടു, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോ അവിടെ ആകെ ദരിദ്രനായ ഒരു അമ്മയും അച്ഛനും ഒരു ഭ്രാന്തായ ഒരു അനിയനുണ്ട്. ആരുമില്ല. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. പടച്ച തമ്പുരാൻ ഇത് നാളെ പടച്ചവൻ എന്റെ അടുത്ത് ചോദ്യം ചെയ്യുള്ളൂ. സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്ന വിശ്വാസിയല്ല എന്ന് പറഞ്ഞ പടച്ചറപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനും ഭാര്യയും കുറച്ച് അരിയും കേരയും പഞ്ചസാരയൊക്കെ കണ്ടുപോയി. സഹോദരന്മാർ, ഇത് എന്തിനു വേണ്ടി പറഞ്ഞ എന്റെ കർമ്മം നഷ്ടപ്പെടുത്താനല്ല, മറിച്ച് സഹോദരന്മാരെ, ഒരു ദിവസത്തെ ചോറ് കൊടുത്തതിന് ഭ്രാന്തായ അനിയന് എന്നെ എപ്പോഴും ബഹുമാനാണ്. 12 മണിക്ക് വേറൊരു മരണമുണ്ടായി, വിളിച്ചു പോയി സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ അയൽപ്പക്ക ബന്ധം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോണ്ട്. ദയവ് ചെയ്ത് സഹോദരന്മാരെ, അള്ളാഹു തന്ന അനുഗ്രഹം അതിന് നന്ദി എന്ന് പറയുന്നത് അൽഹംദുലില്ലാ എന്ന് പറയൽ മാത്രമല്ല, താങ്ക്സ് ഓ അല്ലാഹ് എന്ന് പറയൽ മാത്രമല്ല, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അള്ളാഹു പറഞ്ഞു, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ചെലവഴിക്കണം. അത് വെറും ഭക്ഷണം സമ്പത്ത് മാത്രമല്ല, അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹം അത് അനുഗ്രഹം കിട്ടാത്തവർക്ക് ഉപകാരം. എന്റെ കണ്ണ് ഭംഗിയുള്ള ലോകം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാ. എന്റെ 2 പൊന്നാര മക്കളുടെ കൺകുളിർമായിട്ട് എനിക്ക് കണ്ണുണ്ട്. ഈ കണ്ണിനോട് ഞാൻ നന്ദി കാണിക്കുന്ന, അള്ളാഹു തന്ന നന്ദി കാണിക്കുന്ന സഹോദരന്മാരെ. ഈ കണ്ണ് കൊണ്ടൊരു അന്ധൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സഹായിച്ചു കൊടുക്കണം. ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ കൈ പിടിച്ച് എത്തിച്ചു കൊടുക്കണം. മരിച്ചു പോകുമ്പോൾ ഈ കണ്ണ് ആർക്കെങ്കിലും കൊടുത്തേക്ക്. അങ്ങനെയാണ് അനുഗ്രഹത്തിന്റെ നന്ദിയുടെ പൂർത്തീകരണമാവുന്നുള്ളൂ സഹോദരന്മാരെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു പഠിപ്പിച്ചതാണ്. ആയിഷ, നീ എത്ര ആസ്വദിച്ചതല്ല പ്രാർത്ഥന, നിന്നെ കൊണ്ട് എത്ര പേർക്ക് ആശ്വാസം കിട്ടി. നീ എത്ര കണ്ണീര് വീഴ്ത്തിയല്ല പ്രാർത്ഥന, നീ എത്ര പേരുടെ കണ്ണീര് ഒപ്പാൻ പറ്റി. അഹ്സിനു ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നമ്മളെ കൊണ്ട് ഗുണമുണ്ടാവണം. നമ്മൾ എവിടെ പോയാലും നമ്മൾ പീസ് മേക്കേഴ്സ് ആവണം, സമാധാനം ഉണ്ടാക്കണം. നാലാമത്തത് നിങ്ങളുടെ പ്രൊഫഷൻ കൊണ്ട് ഒരു ദഅവത്താവണം സഹോദരന്മാരെ. അള്ളാഹു നമുക്ക് ഏറ്റവും നൽകിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്. അള്ളാഹു ഏകനാണ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ അർഹനുള്ളൂ. ഇത് നമ്മൾ തുറന്ന് പറയുന്നു സഹോദരന്മാരെ. യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും നെട്ടിപ്പോയിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ പോലും പുറത്ത് എഴുതി വെക്കും, ദൈവമേകനാണ്, ദൈവത്തിന് മാത്രമേ ആരാധനയ്ക്ക് അർഹുള്ളൂ. ദൈവത്തിന് പങ്കാളി വെക്കുന്ന ഏറ്റവും വലിയ അതിക്രമമാണ്. എനിക്ക് നൽകിയ എല്ലാം അനുഗ്രഹം നൽകി ദൈവത്തിന് വേറെ ക്രിയേറ്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗുൽമാണ് സഹോദരന്മാരെ. ഇത് നമ്മൾ തൊട്ടടുത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന് ആധുനിക ലോകത്തിൽ എളുപ്പമാണ്, വാട്സാപ്പും എല്ലാം ഉണ്ട് നിങ്ങൾക്ക്. എന്തുകൊണ്ട് സഹോദരന്മാരെ ദഅവത്തിന്റെ മാർഗത്തിൽ ആവണം. ദയവ് ചെയ്ത് സഹോദരൻ മടങ്ങി പോകുമ്പോൾ നിങ്ങൾ MSMന്റെ ഭാഗമാവണം, പ്രോഫ്കോന്റെ ഭാഗമാവണം. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആൽ ഇംറാനിൽ പറഞ്ഞല്ലോ, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ്. ബെസ്റ്റ് ഓഫ് നേഷൻ ആക്കി തരും അല്ലാഹു. തഅമറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. ഷിഫാ സെന്ററിൽ വന്നിട്ട് കിടന്നുറങ്ങിയാൽ മാത്രം ബെസ്റ്റ് ഓഫ് നേഷൻസ് ആക്കില്ല, മറിച്ച് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം സഹോദരന്മാരെ. കോളേജിൽ പോയിട്ട് ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു സഹോദരന്മാരെ, മുസ്ലിം ലോകം എപ്പോഴും ദഅവത്ത് മാറ്റിവെക്കുന്നു, അള്ളാഹുവായി സമൂഹത്തെ നശിപ്പിക്കും. അള്ളാഹു ശത്രുക്കൾക്ക് ശക്തി കൊടുക്കും. ഉറപ്പ് സഹോദരന്മാരെ, നിങ്ങൾ ഇന്ത്യ പരിശോധിച്ചാൽ മതി. എന്ത് സമാധാനത്തിലാണ് കേരളീയർ ജീവിക്കുന്നത്, മതസൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ഇതേപോലത്തെ സംഘടനാ പ്രവർത്തനം ഉള്ളതുകൊണ്ട്. ദഅവത്ത് ഉണ്ടാവുന്ന സഹോദരന്മാരെ, ദഅവത്ത് ഇല്ലാത്ത സമൂഹത്തിനെ അള്ളാഹു നശിപ്പിക്കും. ദഅവത്ത് വേണം. ദയവ് ചെയ്ത് വെറും പണം മാത്രം ആവരുത് നിങ്ങളുടെ നിയത്ത്. ഞാൻ എന്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും, MBBS എന്നുള്ളത് ബി മണി ഓറിയന്റഡ് ബൈ സ്പെഷ്യലൈസേഷൻ അല്ല.
അങ്ങനെയല്ല സഹോദരന്മാരെ. ബി മോറൽ ആൻഡ് ബി സർവീസ് മൈൻഡഡ്. ബി മോറൽ ആൻഡ് ബി സർവീസ് മൈൻഡഡ്. ഒരു കുട്ടി പറഞ്ഞ MBBS കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാൻ പോകുന്നത് ഒരു MD, ഒരു OD, ഒരു കോടി. നാണമില്ലേ പുരുഷന്മാരെ? ഇവിടെ ഇരുന്ന് ദയവ് ചെയ്ത് പ്രോക്കോൺ ഇരുന്നിട്ട് നിങ്ങൾ മടങ്ങി പോയിട്ട് സ്ത്രീധനം മേടിക്കുന്നതാണ്. പടച്ചതമ്പുരാണ് സാക്ഷി, നിങ്ങൾ ശിക്ഷിക്കപ്പെടും. സമ്പത്ത് ഉണ്ടാവും സഹോദരന്മാരെ, കൊട്ടാരം പണിയാ, സമാധാനം കിട്ടില്ല. ഒരുപാട് കൊട്ടാരത്തിനൾക്ക് പണി, സ്ലീപ്പിംഗ് പിൽസ് എഴുതിയ കൈകളാണ് ഈ കൈ. കൊട്ടാരമുണ്ട്, അക്കൗണ്ടുകൾ കണ്ടമാനുണ്ട്, ഉറക്കം കിട്ടുന്നില്ല. 1 കോടി കൊണ്ട് 4 മണിക്കൂർ കല്യാണം പൊടിപൂരമായിട്ട് നിങ്ങൾക്ക് നടത്താൻ പറ്റും. പക്ഷെ കല്യാണത്തിന് ശേഷം 40 കൊല്ലത്തില് മവദ്ദത്തും റഹ്മത്തും അള്ളാഹു ഇട്ടരണം. തങ്ങൾ വന്നിട്ട് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു മവദ്ദത്തും റഹ്മത്തും ഇടണം സഹോദരന്മാരെ. അതുകൊണ്ട് സമ്പത്ത് 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 വെച്ച് മാത്രം മുന്നോട്ട് പോവല്ലേ, നശിച്ചു പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു ജീവിക്കാൻ ഒരു ഷെൽട്ടർ വേണം, ശരി, ഒരു വാഹനം വേണം, അന്ന് തിന്നാനുള്ള ഭക്ഷണം വേണം. അൽഹംദുലില്ലാഹ്, ഏറ്റവും വലിയ ധനികനാണ് ഞാൻ, ഏറ്റവും വലിയ ധനികൻ. ആലോചിക്കൂ സഹോദരൻ, ഇങ്ങനെയൊക്കെ തോന്നണം. നവംബർ 9 എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് 500ന്റെ 1000ന്റെ ഒരുപാട് നോട്ട്. രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് പൈസ ഇല്ല സഹോദരന്മാര്, 100 രൂപന്റെ നോട്ടില്ല. അൽഹംദുലില്ലാഹ്, ഞാൻ 200 എടുത്ത് കൊടുത്തു. ഭക്ഷണം ഉണ്ടായിട്ട് പോലും, നമുക്ക് സമ്പത്ത് ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് സമ്പത്തിന് പിന്നാലെ മാത്രം പോകരുത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ പഠിക്കുമ്പോൾ നെവർ സ്റ്റീൽ നോളജ്. വിവരം കട്ടെടുക്കരുത് സഹോദരന്മാരെ. ദയവ് ചെയ്ത് പോയിട്ട് അവിടെ മടങ്ങി പോയിട്ട് കോപ്പി അടിക്കരുത്. പ്രോഫ്കോണിന് വരികയും അവിടെ പോയിട്ട് മറുപടി കോപ്പി അടിച്ച് നിങ്ങൾ പരീക്ഷ പാസ്സാവരുത്. ഞാൻ എന്റെ മക്കൾക്ക് പറയും, മക്കളെ കോപ്പി അടിച്ചിട്ട് ഡിഗ്രി കിട്ടണ്ട. ഡിഗ്രി കിട്ടും സഹോദരന്മാരെ, പക്ഷെ ജോലി കിട്ടില്ല. ഒരുപാട് MBBS പേര് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവിടെ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. 13-14 വർഷമായി മെഡിക്കൽ കോളേജിൽ അധ്യാപകന് കൂടിയിട്ടാണ്. പഠിക്കുന്ന കാലത്ത് ജോളിയാക്കി നടിക്കും, അവസാനം ഇപ്പം മുഖമൊക്കെ വാടി തല താഴ്ത്തിട്ട് ഇല്ലാതെ നഷ്ടപ്പെട്ടു പോന്ന്. കോപ്പി അടിക്കരുത് സഹോദരന്മാരെ. ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് ഒരു പറയുന്നുണ്ട്, പ്രസിദ്ധമായ വചനം, നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആയത്ത് കാണുക എന്നാണ് നിങ്ങൾ ഒരു ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കുന്നതായിട്ട് നല്ലത്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ദൈവത്തിനെ കാണാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ ദൈവം കണ്ടെത്തുന്നുണ്ട്. കോപ്പി അടിക്കരുത്. അറിയുക, ദൈവം കാണുന്നുണ്ട് സഹോദരന്മാരെ. ഇന്റർനെറ്റിന് മുമ്പിലായിരിക്കും, റൂം പൂട്ടിയിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്, ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പെൺകുട്ടികളെ, നിങ്ങൾ ആരും കാണുന്നില്ല, അന്യ പുരുഷനായിട്ട് ചാറ്റ് ചെയ്യുന്നു, എവിടെയും പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു, ICH ആരുമില്ല, ഞായറാഴ്ചയാണ്, പ്രിൻസിപ്പൽ ഇല്ല, ആരുമില്ല. അല്ലാഹു കാണുന്നുണ്ട്. നിന്റെ കണ്ണിന്റെ കള്ളനോട്ടമുണ്ടല്ലോ, കണ്ണിന്റെ കള്ളനോട്ടം പടച്ച തമ്പുരാൻ അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നെഞ്ചത്ത് കൈവെക്ക് സഹോദരന്മാരെ. ഇന്ന് വല്ലാത്തൊരു ലോകത്തിലാണ് പെൺകുട്ടികൾ ലവ് അഫെയർസ്, പ്രേമത്തിൽ കുടുങ്ങി പോകുന്നു. മഫ്തയുണ്ട് സഹോദരന്മാരെ, എല്ലാം ഉണ്ട്, പക്ഷെ പ്രേമത്തില് എന്തുകൊണ്ട്? ദൈവം എന്നുള്ള ഭയം ഇല്ല. ഒരു അദൃശ്യമായ സൃഷ്ടാവ് ഉണ്ടെന്നുള്ള ഭയമില്ല, പക്ഷെ മുഖത്തും എല്ലാം ഉണ്ട്. ഒരു ലോകമാന്യത്തിന്റെ ഭാഗമായിട്ട് താടിയും ഹിജാബും മാറുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുക. ദയവ് ചെയ്ത് സഹോദരന്മാരെ, ദയവ് ചെയ്ത് ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് ഇന്നത്തെ ഏറ്റവും വലിയ ജിഹാദ്, ഒന്ന് ശ്രദ്ധിക്കണം ആൺകുട്ടികളെ. നിങ്ങൾക്ക് ഏറ്റവും വലിയ ജിഹാദ് ISIS പോയി ജോയിൻ ചെയ്യണമെന്നല്ല, മറിച്ച് നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജിഹാദ്. ദൃഷ്ടികൾ താഴ്ത്തണം. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാക്ക് നിന്നാണ് സുലൈഖ ബീവി പിടിച്ചത്. ഇന്ന് നമ്മുടെ കണ്ണിന്റെ വിരൽ മുമ്പിലാണ് എല്ലാ നഗ്നതകളും ഉള്ളത്. ടിവിയിലൊന്നുമില്ല, ഇപ്പൊ പോസ്റ്ററുകളൊന്നുമില്ല സഹോദരന്മാരെ. എല്ലാം വൃത്തികളും ഈ മൊബൈലിലുണ്ട്, നിങ്ങളുടെ വിരൽ തുമ്പുകളുണ്ട്. ഇന്ന് നഗ്നത കണ്ട് ഒരുപാട് യൂട്യൂബ് കണ്ട് സ്വയംഭോഗം ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല, തലച്ചോറ് മരവിച്ചു പോയി. ഒരുപാട് പേര് കൗൺസിലിംഗിൽ വരുന്നുണ്ടാ പറയുന്നത്, വിചാരത്തോട് സമീപിക്കരുത്, വൃത്തികെട്ട മാഗസീനുകൾ നോക്കരുത്, സിനിമാ തിയേറ്ററിൽ പോകരുത്, ചീത്ത കൂട്ടുകെട്ടുകൾ പാടില്ല സഹോദരന്മാരെ. അങ്ങനെ ശുദ്ധ മനസ്സോട് പഠിച്ചാലേ നിങ്ങൾക്ക് ഗുണം ലഭിക്കുള്ളൂ. ദയവ് ചെയ്ത് സഹോദരന്മാരെ, ഇനി വേണ്ടത് സഹോദരന്മാരെ, ഡിഗ്രികൾ നേടാൻ വേണ്ടത് ഇസ്തിഖാമത്തും ഹാർഡ് വർക്ക് വേണം. ഇന്ന് നമ്മളെല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കേട്ടിട്ടുണ്ട്. സുന്നത്തുള്ള അല്ലാഹുവിന്റെ സുന്നത്തുണ്ട്, ദൈവത്തിന്റെ ഒരു നടപടിക്രമങ്ങളുണ്ട്. അല്ലാഹു കൃത്യമായിട്ട് പഠിപ്പിക്കുക, വ അന്ന ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വ അന്ന സഅയഹു സൗഫ യുറാ. നിങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തിച്ചതിനനുസരിച്ചേ കിട്ടുകയുള്ളൂ. നിങ്ങൾ 5 നേരം പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പഠിക്കണം, അധ്വാനിക്കണം.
എന്നാലേ കിട്ടുള്ളൂ. പഠനം വേണം, പ്രവർത്തനം വേണം, പ്രാർത്ഥന വേണം. ഈ ലോകത്തിൽ ആരൊക്കെ പഠിക്കുന്നു, അത് രാമനാവട്ടെ ജോസഫ് ആവട്ടെ, രാമനും ജോസഫിനെയും മുഹമ്മദിനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഈ ഭൂമിയിൽ ഇസ്സത്ത് നൽകും. ഒന്നോ രണ്ടോ പ്രോഫ്കോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് MBBS-ഉം MD-യും കിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെടണം, അധ്വാനിക്കണം സഹോദരന്മാരെ. ദിവസം 3 മണിക്കൂർ പഠിച്ചാൽ മതി. അല്ലാഹു സാക്ഷി, അല്ലാഹു സാക്ഷി സഹോദരൻ, ദിവസം 3 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾ ഒരു കൊല്ലത്തിനുള്ള 1.5 മാസം പഠിച്ച പോലെയാ. ഒന്ന് ശ്രമിക്കുക സഹോദരന്മാരെ, ദിവസം തോറും അങ്ങനെ മാറട്ടെ. കൺസിസ്റ്റൻസി, ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു വന്നു. വെറും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കല്ലേ. ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ഡിഗ്രികൾ നൽകിയിട്ടുണ്ട് ദൈവം തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. അൽഹംദുലില്ലാഹ്, ഒറ്റ രാത്രി പോലും ഉറക്കമൊഴിഞ്ഞ് പഠിക്കേണ്ട ഗതികേട് വന്നിട്ടുള്ള സഹോദരന്മാരെ, പഠിക്കുക, രാവിലെ എഴുന്നേൽക്കുക, സുബഹി നിസ്കരിക്കുക, ഒരു 10 ആയത്തിൽ ദിവസം പഠിക്കുക. ദിവസം ഒരു 10 ആയത്ത് പഠിച്ചാൽ 2 കൊല്ലത്തിൽ നിങ്ങൾക്ക് ഒരു തഫ്സീർ വായിക്കാം സഹോദരന്മാരെ. ഇതൊന്നും പഠിക്കാതെ നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് കാര്യമില്ല. രാവിലെ എഴുന്നേറ്റ് നല്ലോണം പഠിക്കുക, ഫ്രഷ് ആയിരിക്കും. വേഗം ക്ലാസ്സിൽ സത്യസന്ധമായിട്ട് സമയത്തിനെത്തുക, ടീച്ചർമാരെ ബഹുമാനിക്കുക, ലോഹറിന് ഭക്ഷണം കഴിക്കുക, ലോഹർ നിസ്കരിക്കുക, മടങ്ങി അസർ നിസ്കരിക്കുക, കുറച്ച് കളിച്ചോളൂ, നല്ലത്. മഗ്‌രിബ് ആകുമ്പോഴത്തേക്ക് മടങ്ങുക, ഏശ കുളിച്ച് ഏശ നിസ്കരിച്ച് പഠനം പിന്നെയും തുടങ്ങാം. 3 മണിക്കൂർ, ദിവസം 3 മണിക്കൂർ. ഉറക്കം 6 മണിക്കൂർ മതി സഹോദരന്മാരെ. ഇന്ന് വല്ലാത്ത ഉറക്കമാണ്. ഞാൻ എല്ലാം എന്റെ കുട്ടികൾക്ക് പറയും, മക്കളെ ഇത്രമാത്രം ഉറങ്ങല്ലേ. എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് ഇനി മരിക്കാൻ പോകുന്നുണ്ട്, ഒരു ബർസഖിയായ ജീവിതമുണ്ട്. അതൊരു നീണ്ട ഉറക്കമാണ്, വലിയ ഉറക്കമാണ്. ഉറങ്ങാൻ ഒരുപാടുണ്ട്. ഉറക്കത്തിൽ നെട്ടിയുണർത്തിയാണല്ലോ സൂറത്തുൽ യാസീൻ. ദയവ് ചെയ്ത് നമ്മൾ ഉറക്കം പറയുന്നത് ചെറിയ മരണമാണ്. നമ്മൾ ഉറങ്ങാൻ പോകുന്നത് ചെറിയൊരു മരണമാണ്. സൂറത്തുൽ സുമർ. വെറും മരിച്ചുകൊണ്ട് ജീവിക്കല്ലേ. ഉറങ്ങേണ്ട ഒരു 5-6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അധ്വാനിക്കുക, വായിക്കുക, പഠിക്കുക. ഞാൻ ആ വാക്കുകൾ അവസാനിപ്പിക്കുക സഹോദരന്മാരെ. നിങ്ങൾ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ 2 കാര്യം. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഏറ്റവും വലിയ ശത്രു ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, പിശാചാണെന്ന പലവരും പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ ചോദിച്ചോട്ടെ സഹോദരന്മാരെ, ഇന്നേ വരെ ഒരു പിശാചും എന്നെ കള്ളു കുടിപ്പിച്ചിട്ടില്ല? ഇല്ല, ഉറപ്പ് സഹോദരന്മാരെ. ഇന്നേ വരെ ഒരു പിശാചും നിങ്ങളാരും സിനിമാ തിയേറ്ററിൽ പോയിട്ട് ഉന്തി തള്ളിയിട്ടില്ല. ഇന്നേ വരെ ഒരൊറ്റ പിശാചും ഇവിടുത്തെ മുസ്ലിങ്ങളെ പലിശ തിരിച്ചിട്ടില്ല. സ്വബഹിക്ക് നിങ്ങൾക്ക് ട്രെയിൻ പിടിക്കാണ്ട്, പ്ലെയിൻ പിടിക്കാൻ പോയിട്ട് 3 മണിക്കൂർ മുമ്പ് 2 മണിക്കാൽ എഴുന്നേക്കും നമ്മൾ. സഹോദരന്മാരെ, എന്റെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് നാം തന്നെയാണ്. രാവിലെ കണ്ണാടിയിൽ നോക്കിയാൽ മതി സഹോദരന്മാരെ, ഏറ്റവും വലിയ ശത്രു നാമാണ് സഹോദരന്മാരെ. നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹം നമ്മൾ ദേഹിച്ചയാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. ഏറ്റവും കൂടുതൽ വിഡ്ഢിയാക്കുന്നത് നമ്മളെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നമ്മൾ പരീക്ഷാ ഹാളിൽ പലപ്പോഴും നമ്മൾ കോപ്പി അടിക്കും. പരീക്ഷ ഹാളിൽ കോപ്പി അടിച്ചിട്ട് വരും, ഞാൻ സാറിനെ പറ്റിച്ച്. സ്വന്തം നഫ്സിനെയാണ് വിഡ്ഢിയാക്കുന്നത്. നിങ്ങൾ അള്ളാനെ പറ്റിക്കാൻ നോക്കുന്നു, പ്രോഫോണിൽ വന്നിട്ട് സംഘാടകരെ പറ്റിക്കാൻ നോക്കുന്നു, വീട്ടിൽ പോയിട്ട് ഉമ്മാനെ ഉപ്പനെ പറ്റിക്കാൻ നോക്കുന്നു. എന്നിട്ട് നിങ്ങൾ എല്ലാ തമ്മാട്ടത്തിനും ചെയ്താൽ ആരെയാ പറ്റിക്കുന്നത്? നമ്മുടെ സ്വന്തം നഫ്സിനെ. കുട്ടികൾ, എന്റെ പെൺകുട്ടികൾക്ക് ഒരുപാടുണ്ട് സ്റ്റുഡൻസ്. രാവിലെ വാർഡിൽ വരുമ്പോൾ ഹിജാബ് ധരിക്കും, എന്നിട്ട് രാത്രി വൈകുന്നേരം ഒരു ഉടുപ്പുമില്ലാതെ ടൈറ്റ്സും ലെഗിങ്സും ഇട്ട് നടക്കും. ആരെ പറ്റിക്കുന്ന സഹോദരിമാരെ? എല്ലാവരുടെ മുമ്പിലും വളരെ ധീനിയാണ്. എനിക്കിവിടെ പ്രസംഗിച്ച് 1000 പേരെ പറ്റിക്കാൻ പറ്റും. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ പറ്റിക്കുന്നത് എന്റെ സ്വന്തം നഫ്സിനെയാണ്. ഞാൻ ഒറ്റക്കാണ് ഗർഭപാത്രത്തിൽ നിന്ന് വന്നത്, ഒറ്റക്കാണ് അവിടെ ഖബറിലേക്ക് പോകേണ്ടത് സഹോദരന്മാരെ. അവിടെ സ്വന്തത്തെ ദയവ് ചെയ്ത് വഞ്ചിക്കല്ലേ പ്ലീസ്. ഒന്ന് ആലോചിക്കുക സഹോദരൻ, ഒന്ന് ശരിയാക്കുക, ഒന്ന് വഞ്ചിക്കരുത്. ഇനി രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും നല്ല സുഹൃത്ത് ആരാവണം. ഇന്ന് പലയിടത്തും ഞാൻ ചോദിച്ചു, ആരാണ് ഏറ്റവും നല്ല സുഹൃത്ത്? മാപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, ആദർശ സഹോദരൻ. ഏറ്റവും നല്ല സുഹൃത്ത് സഹോദരന്മാരെ, എന്നെ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കണം. ഞാൻ അവിടെ നിന്ന് രാവിലെ പുറപ്പെട്ടപ്പോൾ അല്ലാഹുമ്മ സാഹിബു ഫി സഫർ, അല്ലാഹു നീയാണ് ഏറ്റവും നല്ല സുഹൃത്ത്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, എന്റെ വീട്ടിന്റെ ഏറ്റവും കാവൽക്കാരൻ നീയാണ്. അല്ലാഹുവിനെ ഏറ്റവും നല്ല സുഹൃത്താക്ക് സഹോദരന്മാരെ, ഏറ്റവും നല്ല സുഹൃത്ത്. ഞാനും എന്റെ റബ്ബിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറിയും ഒന്നുമില്ല. ഒരു ജിന്നില്ല, ഒരു മലക്കില്ല, ഒരു വിഗ്രഹമില്ല, ഒരു കല്ലില്ല, നൂലില്ല, ഒന്നുമില്ല. ഞാനും എന്റെ റബ്ബ് നേരിട്ട് ഇടപെടും. ഞാൻ എന്റെ റബ്ബിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കും, റബ്ബ് എനിക്ക് നേരിട്ട് ഉത്തരം നൽകും സഹോദരന്മാരെ. അങ്ങനെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. തീ കുണ്ടാരത്തിലേക്ക് റബ്ബിലേക്ക് ചോദിച്ചു, ജിബ്രീൽ എന്തെങ്കിലും വേണോ? വേണ്ട, ഹസ്ബുനല്ലാഹു വനിഅൽ വക്കീൽ, എന്റെ റബ്ബ് മതി. റബ്ബ് നേരിട്ട് സ്ത്രീയോട് പറഞ്ഞു, നാർ കുനി ബർദം വസ്സലാമ. നേരിട്ട് ഇടപെടും സഹോദരന്മാരെ, നേരിട്ട് ഇടപെടും. അതിന് എന്ത് വേണം? അള്ളാഹുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, ഈ ലോകത്തിലെ സ്വർഗം കരസ്ഥ
കരസ്ഥമാക്കാത്തവൻ നാളെ പരലോകത്തിലെ സ്വർഗം എങ്ങനെ കരസ്ഥമാക്കും? അപ്പൊ ചോദിച്ചു, പരലോകത്തിലെ സ്വർഗം അറിയാം, ഈ ലോകത്തിലെ സ്വർഗം എന്താണ്? ഞാനും എന്റെ റബ്ബ് മാത്രം ഉണ്ടായിരിക്കെ എനിക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാവണം, ഒരുപാട് സമാധാനം ഉണ്ടാവണം, ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാവണം. ഇത് വെറുതെ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമില്ല. ഹൃദയം രണ്ട് കാര്യത്തോട് അടുത്തിക്കണം. ഒന്ന്, ഹൃദയം എപ്പോഴും പള്ളിയായിട്ട് അടുക്കണം. 5 നേരം നമസ്കരിക്കണം എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അതിനിടയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള പഠനം, ദഅവത്ത്, സാമൂഹ്യ സേവനമൊക്കെ. ഇന്ന് പറയുന്നത് റിട്ടയർ ഒക്കെ ചെയ്തിട്ട് 5 നേരം പള്ളിയിൽ പോവാം. അങ്ങനെയല്ല സഹോദരന്മാരെ, ജമാഅത്ത് കൃത്യനിഷ്ഠയോടെ ചെയ്താൽ അള്ളാഹു ഡിഗ്രികൾ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരും. ഉറപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് എത്തിച്ചേരും അള്ളാഹു. ജമാഅത്ത് കൃത്യനിഷ്ഠയോടെ നിസ്കരിക്കണം. ജമാഅത്ത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ലോകം മുഴുവൻ ഓടിപ്പിക്കും സഹോദരന്മാരെ. രണ്ടാമത്തെ, നമ്മുടെ ഹൃദയം ഈ ഖുർആനായിട്ട് ബന്ധിപ്പിക്കണം. ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒറ്റ മനുഷ്യൻ ഉണ്ടാവില്ല ഈ സദസ്സിൽ. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാത്ത ഒറ്റ മനുഷ്യൻ ഉണ്ടാവില്ല. പക്ഷെ ഖുർആൻ തുറക്കാത്ത എത്രയോ നാളുകളായി സഹോദരൻ, എത്രയോ നാളുകളായി നമ്മള്. എന്തുകൊണ്ട് ഒരു ന്യൂസ് പേപ്പറിന്റെ വില പോലും ഈ ഖുർആനിലില്ലല്ലോ. ഒരു വൈഫൈ കിട്ടിയില്ല നമ്മൾ അസ്വസ്ഥനാവും. ഒരു ഖുർആൻ തുറക്കാത്ത ദിവസങ്ങളോളുണ്ട് നമുക്ക്. നമ്മൾ ഒരുപാട് പ്രാസംഗികന്മാരുടെ ഫാൻസ് ആയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഖുർആന്റെ ഫാൻസ് ആവാത്തത്? സൂറത്തുൽ ഹുജറാത്ത്, സൂറത്തുൽ റഹ്മാൻ, സൂറത്തുൽ ഹദീദിന്റെ ഫാൻസ് ആയിട്ട് മാറുക. അത് പഠിക്കുക സഹോദരന്മാരെ. കടലിന്റെ അറ്റത്ത് പോയിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് കടൽ കാണില്ല, അതിലേക്ക് നീന്തി ഇറങ്ങുക. ഒരുപാട് പവിടം കിട്ടും സഹോദരൻ, ഒരുപാട് മുത്തങ്ങൾ കിട്ടും. അതുകൊണ്ട് ഹൃദയം, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം, ഹൃദയം പറയുന്നത് നിങ്ങളുടെ പള്ളിയായിട്ടും ഖുർആനായിട്ടും ബന്ധിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ സഹോദരന്മാരെ, ഈ ഭൂമിയിലെ സ്വർഗം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇത് പ്രസംഗിച്ചിട്ടോ പ്രസംഗം കേട്ടിട്ടോ ഒന്നും കാര്യമില്ല. ഇത് മാറണം. നിങ്ങൾക്ക് വേണോ, നിങ്ങൾ തന്നെ പ്രവർത്തിക്കുക സഹോദരന്മാരെ. വാക്കുകൾ അവസാനിപ്പിക്കുക. നമ്മളെല്ലാം ആത്മകഥകൾ എഴുതാറുണ്ട്, ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ ആത്മകഥ എഴുതി തുടങ്ങാം. ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും റഹ്മാൻ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ഇവിടുന്ന് പ്രോഫ്കോണിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ കൃത്യം 5 നേരം നമസ്കരിക്കുകയും ദിവസം ഖുർആൻ ഓതുകയും സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് ജീവിച്ചാൽ ഉറപ്പ് സഹോദരന്മാരെ, നാളെ പരലോകത്ത് ഇസ്സത്തോടെ നമുക്ക് വലത് കയ്യിൽ നമുക്ക് ഗ്രന്ഥം ലഭിക്കും ഇൻഷാ അല്ലാഹ്. ദയവ് ചെയ്ത് സഹോദരന്മാരെ, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഒരു പ്രാർത്ഥന പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അല്ലാഹുമ്മ അസ്അലുക ഇൽമൻ നാഫിയൻ വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ വഖൽബൻ ഖാശിയൻ വഅമലൻ മുതഖബ്ബല. പ്രാർത്ഥിക്കണം സഹോദരന്മാരെ. എന്തൊക്കെ ചെയ്താലും പ്രാർത്ഥന വേണം, അല്ലാഹുവിനോട് ചോദിക്കണം. അല്ലാഹുമ്മ അസ്അലുക ഇൽമൻ നാഫിയ, ഉപകാരപ്രദമായ വിജ്ഞാനം നൽകണേ. വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ, ഹലാലും വിശിഷ്ടമായ ഭക്ഷണം റിസ്ക് നൽകണേ. വഖൽബൻ ഖാശിയൻ, ഭയപ്പാടുള്ള ഒരു ഹൃദയം തരണേ. വഅമലൻ മുതഖബ്ബല, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവേ സ്വീകരിക്കണേ. ഭയപ്പെടണം സഹോദരന്മാരെ. ഹൃദയത്തിൽ നിന്ന് ഭയപ്പാട്ട് വരട്ടെ. The beginning of wisdom starts from the fear of Allah എന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. ഭയമുള്ളവർക്ക്, തഖ്വയുള്ളവർക്ക് മാത്രമേ ഖുർആൻ ഉപകാരപ്പെടുകയുള്ളൂ സഹോദരന്മാരെ. റഹ്മാനെ റബ്ബ് ഇവരിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും നല്ല ഇസ്സത്തുള്ള ഡിഗ്രി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ലോകത്തും ഉപകാരപ്പെടുന്ന ഇസ്സത്തുള്ള ഡിഗ്രി റഹ്മാനെ റബ്ബ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മൾക്ക് എല്ലാവർക്കും മരണം വരെ ഏറ്റവും നല്ല ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ ജീവിക്കാനും ഏറ്റവും മനോഹരമായ ഈമാന്റെ അവസ്ഥയിൽ ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഏറ്റവും നല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാനുള്ള തൗഫീക്ക് റഹ്മാനെ റബ്ബ് നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബ് നമ്മൾ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ വലംനാ അൻഫുസനാ വ ഇല്ലൻ തഗ്ഫിർ ലനാ വ തർഹംനാ ലനകുനന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.